الحمد لله رب العالمين. نحمده ونسلم على محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന സന്ദർഭത്തിൽ മഹിഷറയിൽ ഒരുമിച്ച് മുട്ടുമ്പോൾ ആദമിനോട് ആവശ്യപ്പെടുന്നുണ്ട്, നീ നരകത്തിലേക്കുള്ളതിനെ പുറത്തെടുക്ക് എന്ന് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആദം ചോദിക്കുകയാണ്, ആരാണ് നരകത്തിലേക്ക് പുറത്തെടുക്കുവാനുള്ളത് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്? ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം പറയുകയാണ്, ഓരോ ആയിരത്തിലും 999 നരകത്തിന് വേണ്ടിയുള്ളത്. ഈ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സന്ദർഭത്തിൽ സ്വഹാബത്ത് ആകെ വെപ്രാളപ്പെട്ട് കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിച്ചു. ആ സമുദായത്തിലേക്ക് യഅജൂജ് മഅജൂജിൽ നിന്ന് ആദം അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ തന്നെ പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആ യഅജൂജ് മഅജൂജും കൂടി അതിലേക്ക് ഉൾപ്പെടുന്നതാണ്. അങ്ങനെ 1000-ൽ 1 മാത്രമാണ് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതും ബാക്കി 999 നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ താക്കീത് നൽകുകയാണ്. മിമ്പറിൽ നിന്ന് പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ഖുത്ബയുടെ സന്ദർഭത്തിൽ അവിടെ ഞാൻ നിങ്ങൾക്ക് ഇതാ നരകം കൊണ്ട് താക്കീത് നൽകുന്നു എന്നുള്ള ആയത്ത് ആവർത്തിച്ച് മിമ്പറുകളെ കുലുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകന്റെ ഉയർന്ന ശബ്ദം മദീനയിലെ അങ്ങാടിയുടെ അങ്ങേത്തല വരെ എത്തിയിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സ്വഹാബത്ത് പറയുകയാണ്.
അത്രയും ഗൗരവത്തോടുകൂടി ഉത്ബോധിപ്പിച്ചിട്ടുള്ള ആ നരകത്തെ കുറിച്ച് നാം ഇന്ന് എത്രമാത്രം ബോധവാന്മാരാണ്? നമ്മുടെ ഭാവിയെ കുറിച്ച്, നമ്മുടെ നാളെയെ കുറിച്ച് പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച്, ഭരണാധികാരികളെ കുറിച്ചൊക്കെ നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാനം ഇമ്മാഇലൽ ജന്നതി വ ഇമ്മാഇലൻ നാർ, ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എന്ന് തീരുമാനമെടുക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടെ നിന്ന് ഒരു ശബ്ദമുണ്ടാവുകയാണ്, ആ മഹിശറിയിൽ എല്ലാവരും കുല്ലുഹും യദ്ഖുലൂനൽ ജന്ന, എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, ഇല്ലാ വാഹിദൻ, ഒരൊറ്റയാളൊഴികെ എന്ന് പറഞ്ഞാൽ അത് ഞാനാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത് അതേപോലെ തന്നെ ദീനിനു വേണ്ടി വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം ധാരാളം ഗവർണർ സ്ഥാനമൊക്കെ അലങ്കരിച്ചുകൊണ്ട് അവസാനം അദ്ദേഹത്തിന് ഒരു പായയിൽ വെച്ചുകൊണ്ട് മരിക്കേണ്ടെന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് അസ്വസ്ഥമാവുകയാണ്. മകൻ ചോദിക്കുകയാണ്, എന്താണ് ഉപ്പ താങ്കൾ ഇത്രമാത്രം അസ്വസ്ഥമാകാൻ എന്താണുള്ളത്? താങ്കൾ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ തൃപ്തിപ്പെട്ട പ്രവാചകന്റെ അനുചരനായ താങ്കൾ ഭരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തിനാണ് ഇത്രമാത്രം പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ, അന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരങ്ങളുടെ കൂടെ ഞാനും ഏതെങ്കിലും യുദ്ധങ്ങളിൽ ഷഹീദായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രമാത്രം ടെൻഷൻ ഇല്ലായിരുന്നു. നേരെ മറിച്ച് ധാരാളം ഉത്തരവാദിത്തങ്ങൾക്ക് ശേഷം ഇന്ന് ഈ രൂപത്തിൽ ഒരു പായിൽ വെച്ചുകൊണ്ട് വരിക്കേണ്ടെന്ന സാഹചര്യം വന്നപ്പോ ഞാൻ ആലോചിക്കുകയാണ്, വലത്തോട്ട് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ആ സ്വർഗത്തെ ഞാൻ കാണുകയാണ് എന്റെ മനോമണ്ഡലങ്ങളിൽ. അതേപോലെ ഇടത്തോട്ട് തിരിഞ്ഞു കിടക്കുമ്പോ ഞാൻ കാണുന്നത് ആ നരകത്തെയാണ്. ആ നരകത്തെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ആ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മരണസമയത്ത് അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം കാണാം. മകള് ചോദിക്കുകയാണ്, ഉപ്പാ ആ മരണവേളയിൽ ആ അബൂ ഹുറൈറ കരയുകയാണ്, എന്താണ് നിങ്ങളെ ഇത്രമാത്രം കരയിപ്പിച്ചിട്ടുള്ളത്? എന്താണ് നിങ്ങൾ കരയുന്നത്? യാദാ, എനിക്ക് മുമ്പിൽ വരാതിരിക്കുന്ന വഴിദൂരം എന്നുള്ളത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ കഴിഞ്ഞുകൂടുന്ന ബർസഖി ലോകമൊന്ന് കടന്നു വരാറുണ്ട്. അവിടേക്ക് പോകാനുള്ള പാതയും എന്റെ അടുത്ത് ചുരുക്കമാണ്. ആ ബർസഖി ലോകത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകരക്ഷിതാവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസത്തെ കുറിച്ച് 50,000 വർഷത്തെക്കാൾ ദൈർഘ്യമുണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തേക്ക് എന്റെ അടുക്കൽ എന്താണ്? നരകത്തിന് മുമ്പിൽ കാണിക്കുന്ന ആ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരായിക്കൊണ്ട് ആ റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്തുണ്ട് എന്റെ അടുക്കലുള്ള പാതയം എന്ന്, എന്റെ അടുക്കലുള്ള അമലുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ദിവസത്തിൽ എന്റെ കർമ്മങ്ങൾ നന്നേ കുറവാണല്ലോ എന്ന് ഇന്നും നമ്മൾ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസുകളിലൊക്കെ ആവർത്തിച്ച് പറയുന്ന ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ അദ്ദേഹം ആ രൂപത്തിൽ പറയുന്നുണ്ട് എങ്കിൽ നാമൊക്കെ വലിയ പ്രത്യാശയിലാണ്. ജൂത ക്രിസ്ത്യാനികൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല, ഞങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ളവരാണ്, അഥവാ സ്പർശിച്ചാൽ അല്പമല്ലാതെ ഉണ്ടാവുകയില്ല എന്ന ജൂത ക്രിസ്ത്യാനികൾ വ്യാമോഹം വെച്ച് പുലർത്തുന്നത് പോലെയുള്ള വ്യാമോഹത്തിലാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആ നരകത്തെ കുറിച്ച് സ്വന്തം തടിയെയും ആ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ളത് സത്യവിശ്വാസികൾ
വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു ബോധിപ്പിക്കുന്ന കാര്യമാണ്. അതിലുള്ളതെന്താണ്? മനുഷ്യനെയും കല്ലുകളെയുമാണ് കത്തിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയും അതേപോലെ തന്നെ മനുഷ്യനും ആ നരകത്തിന്റെ വിറകുകളായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. വലഖദ് സറഅനാ ലി ജഹന്നം, ആ നരകത്തിന് വേണ്ടി പടച്ചിട്ടുണ്ട്. വലഖദ് സറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ഇൻസി വൽ ജിൻ, ജിന്നുകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ആ നരകത്തിന് വേണ്ടി പടച്ചവരാണ് ധാരാളം ആളുകളും. എന്താണ് ആ നരകത്തിൽ പെടുവാനുള്ള, ആ നരകത്തിൽ ആവദിക്കുവാനുള്ള കാരണമായിട്ട് പറയുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിമാഹാത്മ്യത്തെ കുറിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച് ഈ പ്രകൃതിയുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി ആ സൃഷ്ടാവിലേക്ക് എത്തിച്ചേരുവാൻ മനുഷ്യൻ ആവശ്യമായിട്ടുള്ള വിവേകം നൽകിയിരുന്നു. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവന് ഹൃദയം കൊടുത്തിട്ട് അവൻ ചിന്തിച്ചിട്ടുള്ളത് ഈ നശ്വരമായ ഈ ഭൗതിക ജീവിതത്തെ കുറിച്ച് മാത്രമാണ്. പരലോകത്തെ കുറിച്ച്, മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അവൻ ആലോചിച്ചിട്ടില്ല. എല്ലാ ചിന്തകളും, അവന്റെ എല്ലാ നോട്ടങ്ങളും, അവന്റെ എല്ലാ കേൾവികളും, അവന്റെ എല്ലാ തീരുമാനങ്ങളും ഈ ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടി, അതിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, അതിന്റെ വളവളപ്പുകൾക്ക് വേണ്ടി, അതിന്റെ മോടിക്ക് വേണ്ടി, അതിന്റെ ആനന്ദത്തിനും അതിന്റെ ആർഭാടങ്ങൾക്കും വേണ്ടി മാത്രം ഒതുങ്ങിയത് കൊണ്ട് അവന്റെ ചിന്തകളെല്ലാം ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവൻ ചിന്തിച്ചിട്ടില്ല ആ ഹൃദയം കൊണ്ട് റബ്ബിനെ പറ്റി, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച്, അവന്റെ സ്വർഗത്തെ കുറിച്ച്, അവന്റെ വിചാരണയെ കുറിച്ച്, അവന്റെ ഖബറിനെ കുറിച്ച് അവൻ ആലോചിച്ചിട്ടില്ല. ആ ഒരു ചിന്ത അവൻ ചിന്തിക്കുന്നത് ഈ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം. നിസ്സാരവും തുച്ഛവുമായിട്ടുള്ള ഭൗതിക ജീവിതത്തിന് അവൻ പ്രാധാന്യം നൽകുകയും ആ പരലോകത്തെ ആഖിറത്തിനെ അവഗണിക്കുകയും ചെയ്ത ചിന്തകൾ മാത്രം. അവർക്ക് കണ്ണുകളുണ്ട്, വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകൾ നൽകിയിട്ട് കണ്ടതെന്താണ്, കണ്ടുകൂട്ടിയിട്ടുള്ള കാഴ്ചകൾ എന്താണ്? മനുഷ്യനെ ഏറ്റവും നഗ്നമാക്കുന്ന രൂപത്തിലുള്ള വൃത്തികെട്ട കാഴ്ചകളിലൂടെ മാത്രം ആ കണ്ണുകൾ അവന് ഭൗതികതയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അത് മാത്രം കാണുന്ന, അതിന്റെ സുഖലോലുപങ്ങൾ അനുഭവിക്കുന്ന കാഴ്ചകളിലൂടെ മാത്രം അവന്റെ കണ്ണുകൾ ആ റബ്ബിനെ കുറിച്ച് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുബിഹത്, എന്തെല്ലാം കാര്യങ്ങളിലേക്ക്, പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങളിലേക്ക്, ആകാശത്തിന്റെ അന്തായുഷങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം കണ്ടെത്തുവാൻ നമ്മൾ കൊണ്ട് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് ആലോചിക്കുവാനോ അവന്റെ സ്വന്തം ശരീരത്തിൽ, അതിന്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനുകൾ എത്രയെത്ര സങ്കീർണമായിട്ടുള്ള വ്യവസ്ഥകളിലൂടെയാണ് ഞാനും നിങ്ങളും കഴിഞ്ഞു പോകുന്നത്. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുവാനില്ലാതെ കേവലം തിന്നണം, കുടിക്കണം, രസിക്കണം, രമിക്കണം എന്നുള്ള ഭൗതികമായ ചിന്തകളിൽ മാത്രം കണ്ണും കാതും കരളും അത് മുടക്കിയിട്ട ആളുകൾക്ക്, അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് സറഅനാ ലി ജഹന്നം, ആ നരകത്തിന് വേണ്ടി പടച്ചിട്ടിരിക്കുന്നു എന്നാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയെന്നോ? ഇല്ല, അങ്ങനെ പറയാനൊക്കില്ല. വൽഹും അവൽ, അതിനേക്കാളും നികൃഷ്ടമായിട്ടുള്ള അശ്രദ്ധമായി ജീവിക്കുന്നവരാണ് എന്ന് നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് പറയുകയാണ്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും കണ്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ കത്തിയാളുന്ന നരകത്തിന്റെ വിറകുകളായി ഞങ്ങൾ മാറുമായിരുന്നില്ല എന്ന്. ആ റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടെ നഷ്ടബോധമുണ്ടാകുമ്പോ ആ നരകത്തെ നേരിട്ട് കാണുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറഅയ്തു നാറ, നരകത്തെ ഞാൻ കണ്ടു. വലം അറ മൻദറൻ കയൗമിൻ കൽയൗമി ഖത്തുൻ അഖ്ദൽ, ഇതിനേക്കാളും മോശമായ
മോശമായിട്ടുള്ള ഏറ്റവും ഭയങ്കരമായ ഭീകരമായ ഒരു കാഴ്ച ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നരകത്തിൽ ജഹന്നമ യസ്ലൗനഹ വബിഅസൽ ഖറാർ, ഏറ്റവും മോശമായിട്ടുള്ള ആ നരകം. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ, ഏറ്റവും മോശമായിട്ടുള്ള പകരത്തിന്റെ സ്ഥലം. അവിടേക്ക് കടന്നു ചെല്ലുന്നതിന്റെ ആ ഗൗരവം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നമ്മുടെ ഉറക്കം അത് കെടുത്തിയിട്ടുണ്ടോ? ഗൗരവകരമായി നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ഇന്നഹാല ഇഹ്ദൽ ഖുബർ നദീറൻ ലിൽ ബശർ, മനുഷ്യരെ താക്കീതായിക്കൊണ്ട് അല്ലാഹു നൽകുന്ന ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാകുന്നു ആ നരകം എന്നുള്ളത്. ആ നരകത്തെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ പരലോകത്ത് നമുക്ക് ആ സ്വർഗം നഷ്ടപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് നിങ്ങൾ ആ നരകാന്തിയിൽ കിടന്നെരിയുന്നത് എന്ന് സ്വർഗവാസികളായ ആളുകൾക്ക് നരകത്തിൽ കിടന്നെരിയുന്നവരെ കാണിച്ചു കൊടുക്കുമ്പോ അവര് പറയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെയായിരുന്നില്ല, കൂടെ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, ജമാഅത്തുകൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ ആരായിരുന്നു? പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന്റെ കാര്യം സ്വന്തം ഇങ്ങനെ മന്തിയടിച്ച് ടൂറടിച്ച് അത് ട്രിപ്പടിച്ച് അങ്ങനെ കൊണ്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുമായിരുന്നില്ല. തിന്നാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇറക്കാൻ പറ്റാത്ത ആളുകൾ, അതേപോലെ തന്നെ മിസ്കീനുകളുണ്ട്, അവരെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല. അവർക്ക് 500 നമ്മുടെ ഒരു മന്തിയുടെ പൈസ ഒരു 800 കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും. കുടുംബത്തിലേക്ക്, അയൽപക്കങ്ങളിലേക്ക്, നമ്മുടെ അയൽവാസികളിലേക്ക്, നാട്ടുകാരിലേക്ക് അങ്ങനെ ഒന്ന് മന്തിയും വാങ്ങി കയറി ചെല്ലാൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. തിന്നു കുത്തലെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ ആവർത്തിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നില്ല. ഞങ്ങളങ്ങനെ തോൽവാസം കളിച്ച് അതല്ലെങ്കിൽ ആ രമിച്ച് കളിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ എന്ന് പറഞ്ഞ് ആ നരകത്തിലേക്ക് ആപതിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും അല്ലാഹുവിന്റെ ഭയങ്കരമായിട്ടുള്ള ശിക്ഷയാണ് ആ നരകത്തിന്റെ ശിക്ഷ എന്നുള്ളത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, പ്രവാചകന്റെ കൂടെ സഹാബത്തിരിക്കുന്ന സമയത്ത് ആ നരകത്തിന്റെ ഭയാനകതയെ, അതിന്റെ ആഴത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം പറയുകയാണ്. ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. സഹാബത്തിനോട് ചോദിച്ചു, എന്താണ് ആ ശബ്ദം എന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങ് 770 വർഷങ്ങൾക്ക് മുമ്പ് ആ മുകളിൽ നിന്നിട്ടിട്ടുള്ള ഒരു കല്ലാണ്. അത് ഈ സന്ദർഭത്തിലാണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന്. അങ്ങനെ ആ നരകം എന്നുള്ളത് അത് ആ നരകം എന്നുള്ളത് വലിച്ചു കൊണ്ടുവരുന്ന ആ നരകം ഏറ്റവും ഭയങ്കരമായിട്ടുള്ള നരകശിക്ഷ. അതിനെ ചങ്ങലകളിൽ 700 ചങ്ങലകളിലായിട്ട് 70,000 ചങ്ങലകളിലായിട്ട് അതിന് വലിച്ചു കൊണ്ടുവരും. ഓരോ ചങ്ങലകളിലും 70,000 കെമറ്റൻ മലക്കുകൾ അതിന് വലിച്ചു കൊണ്ടുവരുവാനുണ്ടാകും. അങ്ങനെ ആ നരകത്തെ ഹാജരാക്കപ്പെടുന്ന സന്ദർഭമുണ്ട്. ആ നരകത്തിന്റെ ചൂടിനെയും ആ നരകത്തിന്റെ ശൈത്യത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ നരകം റബ്ബിനോട് ആവലാതിപ്പെടുകയാണ്. അഖല ബഅദി ബഅദ, എന്നെ ചിലതിങ്ങനെ തിന്നു തീർക്കുകയാണ്, അതിങ്ങനെ തിന്നു തീരുകയാണ്. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ വിറകുകൾ തീർന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിനോട് ആവലാതിപ്പെടും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കവാടങ്ങൾ തുറന്നിടും. അതിന്റെ കവാടങ്ങൾ 7 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ അതിങ്ങനെ ദരക്കുകളായിട്ടാണ്, ഓരോ അട്ടിയായി കൊണ്ടാണ് അതിന്റെ ആ കവാടങ്ങൾ ഓരോന്നും തുറക്കും.
ആ തുറന്നിട്ട് അതിനൊരു നഫസുണ്ട്, അതിനൊരു ശ്വാസോച്ഛ്വാസമുണ്ട്. ഒന്നത് പുറത്തേക്ക് തള്ളുന്നത്, മറ്റൊന്ന് അത് ആവാഹിച്ചെടുക്കുന്നത്. ആ നരകത്തിലേക്ക് സകല ചൂടിനെയും അത് വലിച്ചെടുക്കുന്നതുണ്ട്. അതേപോലെ തന്നെ അത് പുറത്തേക്ക് തള്ളുന്നതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ മുഹർ നമസ്കാരത്തെ ചില സന്ദർഭത്തിൽ ശക്തമായ ചൂടടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞു, അബിരിദോ സ്വലാത്തക്കും, നമസ്കാരം ഒന്ന് പിന്തിക്കൂ, ഒന്ന് തണുപ്പിക്കൂ എന്ന്. അസറിനോട് അടുപ്പിച്ച് അഥവാ ഉച്ചനേരത്ത് ആ മരുഭൂമിയിലൂടെ ആ ഹറമിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത അത്ര ചൂട്, അത് തിളയ്ക്കുന്ന ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കും. മുഖത്തെ കരിച്ചു കളയുന്ന ചൂട് അനുഭവിക്കുന്ന സമയത്ത് നമസ്കാരം ഒന്ന് തണുപ്പിക്കുവിൻ, അസറിന്റെ നേരത്തേക്ക് നമുക്ക് നമസ്കരിക്കാമെന്ന് പറഞ്ഞു. അല്ല, ഈ ചൂടുണ്ടല്ലോ അത് നരകത്തിൽ നിന്നുള്ള ജഹന്നം, നരകത്തിന്റെ ചൂടാണ് എന്ന്. അഥവാ ഈ ചൂടിന്റെ പുറമെ നരകം അതിന്റെ ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ സമയത്ത് അതൊന്ന് പുറത്തേക്ക് തള്ളുന്ന ചില ചൂടും ഈ കാലാവസ്ഥയിലേക്ക് കൂടുന്ന സമയത്ത് ഈ ചൂടിന് ശക്തമായിട്ടുള്ള ചൂട് വർദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ നരകം ഇവിടെയുള്ള ചൂട് വലിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, അത് ശിതാകിലാണ്. അതങ്ങനെ അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടാകുന്ന തണുപ്പിലേക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് അത് നരകത്തിൽ ഒരു വലിച്ചിലുണ്ട്, ഈ ചൂടിനെ വലിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ കവാടങ്ങൾ ഓരോന്നും അത് തുറക്കപ്പെടുകയും അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട്. റമദാനിനെ കുറിച്ചറിയാം, നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കുന്നതാണ്. അത് വലിയ ഗർത്തമാണ്, അത് വലിയ ദർക്കുകളാണ്. അതിൽ വിശാലമായിട്ടുള്ള താഴ്വരകളുണ്ട്, അതിന് വൈലുമുണ്ട്, അതിന് ഗർത്തങ്ങൾ ഹുഫറുകളുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കുന്ന പ്രത്യേകമായ സെല്ലുകൾ അതിലുണ്ട്. ഓരോരുത്തർക്കും വൈവിധ്യങ്ങളാർന്ന ശിക്ഷകളാണ് അതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദർക്കിൽ അസ്വലിമിനാർ, അതിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആ നരകത്തെ കുറിച്ച് പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന, കപടന്മാരായിട്ടുള്ള ആളുകളാണ് ആ നരകത്തിന്റെ താഴെത്തട്ടിൽ കിടക്കേണ്ടി വരുന്നത് എന്ന്. ആ മുനാഫിഖിന്റെ ഓരോ ലക്ഷണവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ലക്ഷണങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളിൽ അത്തരം ലക്ഷണങ്ങളില്ലേ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ ധാരാളം ആയത്തുകളിലൂടെ, പ്രവാചകൻ ധാരാളം ഹദീസുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള മുനാഫിഖിന്റെ കപടന്മാരുടെ ലക്ഷണം, കപടന്മാരുടെ ലക്ഷണം, അവരാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്. അവിടെ പാറാവുകാരനായിക്കൊണ്ട് 19 മലായിക്കത്തുകളുണ്ട്. ആ 19 മലായിക്കത്തുകളെ കുറിച്ച് എന്താ ഈ 19? അബൂജഹൽ ചോദിച്ചു, എന്താ ഈ 19 ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ആ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അതിന് ഒരു പുച്ഛമായി, തമാശയായി അതിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അത് അതിന്റെ സവാനിയകളായിട്ടുള്ള മലായിക്കത്തുകളുടെ ആകാരം, അതിന്റെ വലിപ്പം, അവരുടെ ഗാംഭീര്യത, അലൈഹാ മലായിക്കത്തുന ഇലാദുൻ ഷിദാദ്, കഠിനന്മാരും അവർ അത്രയും അധികായന്മാരുമായിട്ടുള്ള ആ മലായിക്കത്തുകൾ അവരുടെ ഈ വിരടിയുടെ, അവരുടെ ചെവിടിന്റെ ഭാഗത്ത് നിന്ന് വിരടിയിലേക്ക് തന്നെ പക്ഷികൾക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്യാൻ മാത്രമുള്ള വിദൂരമായ വഴിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അവരുടെ നേതാവാണ് മാലിക് എന്നുള്ളത്. അത് കത്തിച്ചുകൊണ്ടിരിക്കുക, അടിഭാഗത്തുള്ള ഏറ്റവും താഴെയുള്ള നരകത്തെ കത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ മാലിക്കിന്റെ ഉത്തരവാദിത്വം. ആ നരകത്തിൽ പെടുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഇല്ല. ഇല്ല, നിങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല. കഠിനമായ ഈ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ അല്ല. അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? എന്നിട്ടെന്തേ നിങ്ങൾ അത് സ്വീകരിക്കാതെ പോയത് എന്ന് താക്കീത് നൽകിയാണ്. അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ ആ നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ ആവർത്തിച്ച് നമ്മോട് ഉത്ബോധിപ്പിക്കുന്ന കാര്യം, അതൊന്ന് ഹൃദയത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കണം. ആ നരകം നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കണം. ഈ ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനോട് ഇറങ്ങാൻ വേണ്ടി
വേണ്ടി ആവശ്യപ്പെട്ടപ്പോ പറയുകയാണ്, അല്പം ചൂടധികമാണ്, അതുകൊണ്ട് നമുക്ക് പിന്നീടാക്കാൻ കുറെ ആളുകൾ ആ യുദ്ധത്തിൽ നിന്ന് പിന്തി നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇദാ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഅലമൂൻ. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ളതാണ് അല്ലാഹുവിന്റെ നാറുല്ലാഹി, നാറു ജഹന്നം, അല്ലാഹുവിന്റെ നരകാഗ്നി എന്നുള്ളത്. ഫഅൻദർതുകും നാറൻ തലല്ലാ, ആ ശക്തമായ കരിച്ചു കളയുന്ന, കല്ലാ ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല. പിന്തിരിഞ്ഞു കളയുന്നവരെ വലിച്ചിട്ടുകൊണ്ട് കരിച്ചു കളയുന്ന ആ നരകത്തെ കുറിച്ച്, ഇന്നഹാ തർമീ ബിശററിൻ കൽകസർ കഅന്നഹു ജിമാലത്തുൻ സുബർ. ആ പർവ്വതങ്ങൾ കണക്കെ, ഒട്ടകങ്ങൾ കണക്കെ തീപ്പൊരി തുപ്പിക്കൊണ്ട് ഗർജിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നഹാ സഫീറുൻ, അതിന് ചില ശബ്ദങ്ങളോടുകൂടി ഗർജിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകം നമ്മുടെ മനസ്സുകളെ കത്തിച്ചുകൊണ്ടിരിക്കണം. റബ്ബിലേക്ക് വത്തഖൂ, ആ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ, റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ, ആ നരകാഗ്നിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് നമ്മുടെ സഹോദരങ്ങൾ ആ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ശിർക്ക് കാണുന്ന സമയത്ത്, അതേപോലെ തന്നെ പലിശ കാണുന്ന സമയത്ത്, അതേപോലെ തന്നെ നമസ്കരിക്കാത്ത ആളുകളെ കാണുമ്പോ, ആ പാവപ്പെട്ട ആളുകളെ പ്രയാസപ്പെടുന്നത് കാണുമ്പോ ആ ജനങ്ങൾക്ക് സേവനം ചെയ്യാനും, അതേപോലെ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ആ നരകത്തിലേക്ക് പോകുമ്പോ ഈ പാറ്റകളെ പോലെ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ കയ്യോട് പിടിച്ച് ഊര പിടിച്ച് വലിക്കുവാനും സാധിക്കണമെന്നുണ്ട് എങ്കിൽ ഈ നരകം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. എങ്കിൽ മാത്രമേ നമ്മുടെ അലസത മാറ്റിക്കൊണ്ട്, നമ്മുടെ മടി മാറ്റിക്കൊണ്ട്, ഭയപ്പാടോടുകൂടി, പ്രതീക്ഷയോടുകൂടി ആ കിടപ്പറകളിൽ നിന്ന് ജനങ്ങൾക്ക് നീ താക്കീത് നൽക്, നീ താക്കീത് നൽക്. പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ എഴുന്നേൽക്ക് എന്ന് പറയുന്ന, എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ നരകം വരണം. ഹറാമുകൾ മുമ്പിൽ കാണുന്ന സമയത്ത് അതിനോട് അരുതെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നരകാഗ്നിയെ കുറിച്ച്, 1000-ൽ 1 മാത്രം പോകുന്ന ആ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുകയും 999 പോകുന്ന നരകത്തെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസികു ബിയ്യായ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്വർഗം നിഷിദ്ധമാക്കുകയും നരകം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഏറ്റവും ഗൗരവമായ കാര്യമാണ് വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിക്കേണ്ടിടത്ത്, അവനോട് മാത്രം ചോദിക്കേണ്ടിടത്ത്, അവനിൽ മാത്രം ബലമേൽപ്പിക്കേണ്ടിടത്ത്, അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടിടത്ത്, അവനിൽ മാത്രം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയേണ്ടിടത്ത്, അവരിൽ മാത്രം രക്ഷ തേടേണ്ടിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആരുടെയെങ്കിലും പക്കൽ നിന്ന് നമ്മൾ വല്ല പ്രതീക്ഷയും വെച്ചു പുലർത്തിയാൽ അത്തരം ആളുകളെ സഹായിക്കാൻ നാളെ ആരും ഉണ്ടാവില്ല. ഞങ്ങളെ കൈപിടിക്കുവാനാണ് അവർ പലപ്പോഴും മറ്റുള്ള ആളുകളെയൊക്കെ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഔലിയാക്കന്മാരെ, രക്ഷാധികാരികളെ അവർ വെക്കുന്നത് എങ്കിൽ നാളെ പരലോകത്ത് അവരെ സഹായിക്കുവാൻ ഒരാളും തന്നെ കണ്ടെത്തുകയില്ല. ഒന്ന്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. അതിന്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി, നമസ്കാരം ഉപേക്ഷിക്കുക, അത് കുഫ്റാണ്. നമസ്കരിക്കാത്തവൻ, ബോധപൂർവ്വം നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവൻ, അയച്ച് നമ്മൾ നേരത്തെ പഠിച്ചു മുദ്ദസ്സിരുന്നത് നരകത്തിൽ കിടക്കുവാനുള്ള കാരണം എന്താ? ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെയായിരുന്നില്ല. ആ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവന് 2 സൂറത്തുൽ അൻഫാൽ പറഞ്ഞു,
എനിക്ക് കാണിക്കപ്പെട്ടു. ആ നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കല്ലുകൾക്കിടയിൽ അവന്റെ തല ചതച്ചിരക്കുന്നതായിട്ട്. ആരാണ് ആ വിഭാഗം ആളുകൾ? ഒന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് അതിനെ അവഗണിച്ച് മറന്നു കളഞ്ഞവനാണ്. രണ്ടാമത്തത് യനാമു അൻ സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവരാണ്. അവരുടെ തലങ്ങനെ ചതയ്ക്കുന്നതായിട്ട് 2 കല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ചതയ്ക്കുന്നതായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ട്. അതേപോലെ തന്നെ അവിടെ ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ മുറിച്ചു നൽകും അവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി. ആ നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, ആ നരകത്തിന്റെ ആ 2 വിഭാഗം ആളുകൾ നരകത്തിലാണ്. ഒന്ന്, ഇവിടെ വസ്ത്രം ധരിക്കാൻ വലിയ മടിയുള്ളവരാണ്. വസ്ത്രം ധരിക്കാൻ വലിയ മടിയുള്ളവരാണ് സ്ത്രീകൾ. ആ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, കാസിയാത്തുൻ നാരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടും ഔറത്തുകൾ മറയാത്ത നഗ്നകരായിട്ട് നടക്കുന്ന ആളുകൾ. അവർ നരകത്തിലാണ്. സ്വർഗത്തിന്റെ ആ പരിമളം പോലും അവർ അനുഭവിക്കുകയില്ല എന്ന്. ആ ജാഹിലിയത്തിന്റെ അഴിഞ്ഞാട്ടം നടത്തുന്നവർ അവർ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നരകം തരുന്ന ആ താക്കീത് നൽകുന്ന മഹാപാപങ്ങളിൽ എണ്ണിയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഓരോന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ആ സ്വർഗം നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ, ഇതൊന്ന് 2 സാമ്പിളുകൾ മാത്രം പറഞ്ഞു. ആ സ്വർഗം നമുക്ക് കിട്ടാൻ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സുന്നത്തുകൾ കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ. നമസ്കാരത്തിന് മുമ്പും ശേഷവും ഒക്കെയുള്ള റവാത്തിബ് നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ 12 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കുക. അതിന് പുറമെ ളുഹറിന് മുമ്പ് അല്പം നേരത്തെ വന്ന് ഒരു 4 റക്അത്ത് സുന്നത്ത്, അതിനുശേഷം ഒരു 4 റക്അത്ത്, രണ്ടും 4 റക്അത്ത്, അങ്ങനെ സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നരകം നിഷിദ്ധമാക്കുകയും റവാത്തിബ് നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിലൂടെ സ്വർഗത്തിൽ ഒരു ഭവനം അവന് വേണ്ടി പണിയുകയും ചെയ്യുമെന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജമാഅത്തിനെ കണിശമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് 2 രൂപത്തിലുള്ള ബറാഅത്താൻ അത് ലഭിക്കുന്നതാണ്. എന്താണ്? ഒന്ന്, ജമാഅത്ത് നമസ്കാരത്തിന് സ്വഹാബത്ത് പറയുന്നു, ഞാൻ 40 വർഷമായിട്ട് എനിക്ക് മറ്റൊരാളുടെ പെരടി കാണേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ 2ാമത്തെ സ്റ്റെപ്പിലായി പോയിട്ടില്ല. അത്രമാത്രം ജമാഅത്തിന് അവർ ശ്രദ്ധ കാണിക്കാറുണ്ടായിരുന്നു. അത് മനസ്സിലെ കാപട്യത്തെ ഒഴിവാക്കുന്നതാണ്, നരകത്തിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുക. അല്ലെ, പറന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമദാനാകണം, പിന്നെ നോമ്പ് എന്ന് പറഞ്ഞത് വരാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെ എടുക്ക് അല്ലാഹു പറയുന്നത് മാസത്തിലൊരു 3 നോമ്പെങ്കിലും, മാസത്തിലൊരു 3 സുന്നത്ത് നോമ്പെങ്കിലും. അങ്ങനെ റബ്ബിന് വേണ്ടി ആരെങ്കിലും ഒരു 3 നോമ്പെങ്കിലും അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ ആ ഒരു നോമ്പിലൂടെ, ഒരു ദിവസത്തെ നോമ്പിലൂടെ അല്ലാഹു അകറ്റി നിർത്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകൾ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവനവന്റെ പാപങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ നരകാഗ്നിയെ കുറിച്ചുള്ള ഭയത്താൽ ആ അള്ളാഹുവിലേക്ക് കരയുന്ന കണ്ണുകളെയും റബ്ബിന്റെ മാർഗത്തിൽ നടന്ന് ഉറക്കമൊഴിഞ്ഞ കണ്ണുകളെയും ആ നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി എളുപ്പത്തിൽ സ്വർഗം നേടാനും എളുപ്പത്തിൽ ആ നരകത്തിൽ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഭാഗങ്ങൾ പ്രവാചകൻ നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിവരമില്ലാത്തതിന്റെ പേരിൽ, അറിയാത്തതിന്റെ പേരിൽ, പഠിക്കാത്തതിന്റെ പേരിൽ നരകത്തിൽ ആവതിക്കുന്ന ഒരു അവസ്ഥ നമ്മെ തൊട്ടുണ്ടാവരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളെ അല്ലാഹു പുറത്തു പാപാപിതരമാണ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ